ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഡെയിലി ഹിന്ദി വിത്ത് ഹിന്ദി പ്ലസിന്റെ 7th എപ്പിസോഡിലേക്ക് 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അസ്കർ, ഹിന്ദി പ്ലസ് ലാംഗ്വേജ് അക്കാഡമി കോഴ്സ് കോർഡിനേറ്റർ ആണ്. हाय, मेरा नाम आयुषी है. मैं हिंदी प्लस एकेडमी की चीफ ट्रेनर हूँ और आज के इस एपिसोड में हम थोड़े क्वेश्चन पैटर्न सीखने वाले हैं जो कि था, थी और थे से बनेंगे. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആണ് പ്രാക്ടീസ് ചെയ്തത്. സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് ടെൻസിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്തത്. ഞാനായിരുന്നു, അവനായിരുന്നു, അവളായിരുന്നു, അവരായിരുന്നു എന്നുള്ള. ഓക്കെ, Yes. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ്. Yes. ഓക്കെ, ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്? നമ്മൾ ആയിരുന്നോ, താങ്കളായിരുന്നോ, ഉം. അവനായിരുന്നോ, അവളായിരുന്നോ, അവർ ആയിരുന്നോ, ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെ ചോദിക്കുക എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Yes. ഓക്കെ ഓക്കെ, നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം. താങ്കൾ, ഉം. ഹിന്ദിയിൽ ആപ്പ് എന്ന് പറയും അല്ലെ? ഉം. ആപ്പ്. താങ്കൾ താങ്കൾ ഡ്രൈവർ ആയിരുന്നോ? क्या आप ड्राइवर थे? क्या आप ड्राइवर थे? ഓക്കെ, ക്യാ ആപ്പ് ഡ്രൈവർ ദേ. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ മുൻപിൽ നമുക്കൊരു ക്യാ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ആവും. ഉം. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദിക്കാൻ പറ്റും. ഉം. നമ്മള് താങ്കൾ ഡ്രൈവർ ആയിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ക്യാ ആപ്പ് ഡ്രൈവർ ദേ, ക്യാ ആപ്പ് ഡ്രൈവർ ദേ ആയിരുന്നു. അതിന്റെ മുൻപിൽ നമ്മൾ ക്യാ ചേർത്ത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പാറ്റേൺ ആയി. ഓക്കെ, താങ്കൾ മുൻപ് ദുബായിലായിരുന്നോ? क्या आप पहले दुबई में थे? क्या आप पहले दुबई में थे? ഓക്കെ, ക്യാ ആപ്പ് പെഹലെ ദുബായ് മേ ദേ, താങ്കൾ മുൻപ് दुबई में. ദുബായിൽ ആയിരുന്നു. ഓക്കെ, ഇനി അവനായിരുന്നു എന്ന് ചോദിക്കാം നമുക്ക്. ഇപ്പോ അവൻ ടീച്ചർ ആയിരുന്നോ? क्या वो एक टीचर था? क्या वो एक टीचर था? ഓക്കെ, ക്യാവോയേക്ക് ടീച്ചർ ദ അല്ലെങ്കിൽ ക്യാവോയേക്ക് ടീച്ചർ ദേ, അവൻ ടീച്ചർ ആയിരുന്നു. ദ യൂസ് ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ല, രണ്ടും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അവൻ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നോ? क्या वो आज सुबह यहाँ था? क्या वो आज सुबह यहाँ था? ഓക്കെ, ക്യാവോ ആജ് സുബഹ് യഹാം ദ അല്ലെങ്കിൽ യഹാം ദേ, ഉം. അവൻ ഇന്ന് രാവിലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഉം. അവൻ പ്രൈവറ്റ് കമ്പനിയിലായിരുന്നോ? क्या वो एक प्राइवेट कंपनी में था? क्या वो एक प्राइवेट कंपनी में था? ഓക്കെ, ക്യാവോയേക്ക് പ്രൈവറ്റ് കമ്പനി മേ ദേ അല്ലെങ്കിൽ ക്യാവോയേക്ക് പ്രൈവറ്റ് കമ്പനി മേ ദ. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ സിംഗുലർ മെയിൽ അല്ലെങ്കിൽ മാസ്കുലിൻ നൗൺ ആവുമ്പോഴാണ് നമ്മൾ ഥ യൂസ് ചെയ്യേണ്ടത്. സിംഗുലർ ഫീമെയിൽ അല്ലെങ്കിൽ ഫെമിനിൻ നൗൺ യൂസ് ചെയ്യുന്ന സമയത്താണ് ഥീ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് പ്ലൂറൽ ആയിട്ട് സംസാരിക്കുന്ന സമയത്താണ് നമ്മൾ ഥേ എന്ന് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ വോ ഥേ അല്ലെങ്കിൽ വോ ഘർ പേ ഥേ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ സിംഗുലർ ആയിരിക്കും, പക്ഷെ നമ്മൾ റെസ്പെക്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ യൂസ് ചെയ്യണതാവാം. അതുകൊണ്ട് നമുക്ക് ഥേ എന്ന് യൂസ് ചെയ്യാം. ക്യാ വോ ഘർ പേ ഥേ, ക്യാ വോ ഓഫീസ് മേ ഥേ എന്നുള്ള പറയാം. ആൻഡ് ഹം ഥേ, വോ ഥേ അല്ലെങ്കിൽ ആപ് ഥേ, അതൊക്കെ നമ്മൾ പ്ലൂറൽ ആയിട്ട് പറയുന്ന സമയത്താണ്. അപ്പം പ്ലൂറൽ ഥേ, ഫെമിനിൻ നൗൺ ആവുമ്പോൾ അല്ലെങ്കിൽ ഫീമെയിൽ ആവുമ്പോൾ ഥീ, ആൻഡ് മാസ്കുലിൻ നൗൺ അല്ലെങ്കിൽ മെയിൽ ആവുമ്പോൾ ഥ. ഓക്കെ, നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കാം അല്ലെ? Yes. റിവൈൻഡ് ചെയ്യാം നമുക്ക്. ഉം. ഓക്കെ, താങ്കളായിരുന്നു എന്നുള്ളൊരു ഉം. ആശയമാണ് നമ്മൾ ആയിരുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ. ആയിരുന്നു. ഓക്കെ, താങ്കൾ ഡ്രൈവർ ആയിരുന്നോ? क्या आप ड्राइवर थे? क्या आप एक ड्राइवर थे? ക്യാ ആപ്പ് ഏക്ക് ഡ്രൈവർ ദേ, താങ്കൾ ഒരു ഡ്രൈവർ ആയിരുന്നു. ഉം. താങ്കൾ ഒരു സെയിൽസ്മാൻ ആയിരുന്നോ എന്ന്. क्या आप एक सेल्समैन थे? क्या आप एक सेल्समैन थे? ഓക്കെ, നമ്മള് ക്യാ ആപ്പ് ഏക്ക് സെയിൽസ്മാൻ ദേ എന്നാണ് നമ്മൾ പറയാം. ഓക്കെ, അതുപോലെ തന്നെ അവനായിരുന്നു എന്ന് ചോദിക്കുമ്പോ ഉം. അവൻ ടീച്ചർ ആയിരുന്നോ? क्या वो एक टीचर था? क्या वो एक टीचर था? ഓക്കെ, ക്യാവോയേക്ക് ടീച്ചർ ദ അല്ലെങ്കിൽ ക്യാവോയേക്ക് ടീച്ചർ ദേ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അവനൊരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നോ? क्या वो एक प्राइवेट कंपनी में थे? നമ്മൾ റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ क्या वो एक प्राइवेट कंपनी में था? ओके, मैं वो एक प्राइवेट कंपनी में क्या वो एक प्राइवेट कंपनी में थे അല്ലെങ്കിൽ क्या वो एक प्राइवेट कंपनी में था എന്നാണ് പറയാം. ഓക്കെ, ഇനി അത് നമ്മളൊരു ഫീമെയിലിനോട് ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മളിപ്പോ പറയുമ്പോ നമ്മളിപ്പോ താങ്കൾ അല്ലെങ്കിൽ ഉം. അവൾ ഉം. അവളൊരു സെയിൽസ് ഗേൾ ആയിരുന്നു എന്ന് ചോദിക്കുമ്പോ क्या वो एक सेल्स गर्ल थी? അല്ലെങ്കിൽ क्या वो एक सेल्स गर्ल थे എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റോട് പറയുന്ന സമയത്ത് വി കൻ യൂസ് ബോത്ത് ജെൻഡറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഥേ. ദേ യൂസ് ചെയ്യും. ഉം. അല്ലെങ്കിൽ ദി ആണ് ഥീ യൂസ്. ആണ് ഓക്കെ, രണ്ടും നമുക്ക് അവിടെ പറ്റും, രണ്ടും യൂസ് ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ ഈ കമ്മ്യൂണിക്കേറ്റീവ് ഹിന്ദിയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലിപ്പോ ദായാണോ അവിടെ പറയാ, ദേ ആണോ ദി ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ ഇങ്ങനെ വരും സ്വാഭാവികമായിട്ടും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു അതിനെക്കുറിച്ച് നമ്മൾ വറീഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ സംസാരിക്കുക. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻപ് എപ്പിസോഡ്
എപ്പിസോഡിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വേണം നമുക്ക് ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ, ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മളിപ്പോ നമുക്ക് സ്വാഭാവികമായിട്ടൊരു കൺഫ്യൂഷൻ വരും. അവിടെ ദ യൂസ് ചെയ്യണോ, ദി യൂസ് ചെയ്യണോ, ദേ യൂസ് ചെയ്യണോ എന്ന് ഹിന്ദി പഠിച്ചു വരുന്ന ആളുകൾക്ക്. അപ്പൊ നമ്മൾ അവിടെ എന്താണോ നമുക്ക് തോന്നി അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മളൊരു മെയിലിനോട് ചെന്നിട്ട് ദി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും താങ്കൾ ഇവിടെ ആയിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ അവർക്ക് കാര്യം മനസ്സിലാവും. അവർ നമ്മളോട് തിരിച്ചത് റീപ്ലൈ ചെയ്യും. ഓക്കെ, നമ്മൾ കുറച്ച് ലാംഗ്വേജ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡിഫറൻറ്റ് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സംസാരത്തിൽ തന്നെ നമ്മൾ അത് ചേഞ്ചസ് വരുത്താൻ നമുക്ക് പറ്റും ചെയ്യും അല്ലെ, ആ ഒരു രീതിയിലാണ്. ഓക്കെ, സോ നിങ്ങൾക്കും ഇങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ പടയെന്ന് ഹിന്ദി പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈ എപ്പിസോഡ്സ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക. ടിൽ ദെൻ ബൈ.